വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനിയും SCERT ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ന്യൂ SCERT ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ CRT ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ SCERT. അതുപോലെ തന്നെ പഴയ SCERT ക്ലാസ്സുകളും നോക്കാത്തവർക്കായിട്ട് നമ്മൾ ആ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ റിവിഷൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. നമ്മുടെ ഗവൺമെൻറ് ലോകസഭ, രാജ്യസഭ വരുന്നതിലെ പ്രധാനമന്ത്രി, സുപ്രീം കോടതിയൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 4ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഗവൺമെൻറ്. ഇനിയും നമ്മൾ 8ാം ക്ലാസ്സിൽ തന്നെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ പതിയെ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. മുകളിൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്? എന്താണ്, ഏതൊക്കെയാണ് ചിത്രങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് പാർലമെൻറ്റ്. ഫസ്റ്റത്തെ നൽകിയിട്ടുള്ളത് പാർലമെൻറ്റ് മന്ദിരമാണ് കേട്ടോ. പാർലമെൻറ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് രാഷ്ട്രപതിയുടെ വസതിയാണ്. രണ്ടാമത്തേത് രാഷ്ട്രപതിയുടെ വസതിയാണ്. മൂന്നാമത് നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. മൂന്നാമത് നൽകിയിരിക്കുന്ന ഏതാണ്? സുപ്രീം കോടതിയാണ്. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള 3 ചിത്രങ്ങളും ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയും. നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരം. അപ്പോൾ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന എവിടെയാണ്? പാർലമെൻറ്റിലാണ്. രണ്ടാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. അപ്പോൾ നമുക്കറിയാം അല്ലേ, കാര്യനിർവഹണ വിഭാഗമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ SCERTയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വിവിധ കമ്മീഷൻസും സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എടുക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? പാർലമെൻറ്റാണ്. രണ്ടാമത്തത് ഏതാന്ന് പറഞ്ഞു? രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇങ്ങനെ 3 വിഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി സമുച്ചയമാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ 3 ഇത് കണ്ടു അല്ലേ. നിയമനിർമ്മാണ സഭ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ത് വരുന്നത്? സുപ്രീം കോടതി വരുന്നത്. ഇവ 3ഉം ഗവൺമെൻറ്റിനെ 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് എത്ര വിഭാഗങ്ങളുണ്ട്? എത്ര വിഭാഗങ്ങളുണ്ട്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന 3 വിഭാഗങ്ങളാണ് ഉള്ളത്. ഇനി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നിയമനിർമ്മാണ വിഭാഗം എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുന്നു അല്ലേ. പേരിൽ തന്നെ ഉണ്ട്, നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പോൾ 3 വിഭാഗങ്ങൾ പറഞ്ഞു. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ നൽകിയിരിക്കുന്നത് ചാർട്ടിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് 3 വിഭാഗങ്ങളാണ്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? നിയമം നിർമ്മിക്കുന്നതാണ് അല്ലേ. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവയൊക്കെ നിയമനിർമ്മാണ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ നിയമം നിർമ്മിക്കുന്നതിലാണല്ലേ. നമുക്കറിയാം, ഒരു നിയമം വരാണെന്നുണ്ടെങ്കിൽ നിയമം വരുന്നതിന് മുമ്പ് കുറേ ബില്ലുകളല്ലേ രാജ്യസഭയിൽ അവതരിപ്പിക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും? രാഷ്ട്രപതിയുടെ ഒപ്പിനായിട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ വരുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്താണ് പറയുന്നത് ഇവിടെ? കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആരൊക്കെയാണ്? നിയമങ്ങൾ നടപ്പിലാക്കുന്നത് രാഷ്ട്രപതി.
ആൾക്കാരാണ് അല്ലേ, ആളുകളാണ്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. നടപ്പിലാക്കുന്ന ആൾക്കാർ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി നീതിന്യായ വിഭാഗം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് അല്ലേ ചെയ്യുന്ന. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഏതൊക്കെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവരെയൊക്കെയാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ വിഭാഗം എന്ന് വെച്ചാൽ നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വരുന്നത് രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിക്ചറിൽ കണ്ടല്ലോ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൽ ആരൊക്കെയാണുള്ളത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളിലെ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാജ്യസഭ എന്തെന്നറിയപ്പെടുന്നു? രാജ്യസഭ ഉപരിസഭയെന്നും ലോകസഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകസഭയെ നമ്മൾ അധോലോകം അല്ലെ, അധോസഭ എന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി അധോലോകം എന്ന് പഠിച്ചിരിക്കാനായിട്ട്. അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് അധോസഭയാണ്, രാജ്യസഭ എന്ന് വെച്ചാൽ എന്താണ്? ഉപരിസഭയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ പാർലമെൻറ്റിന് 2 സഭയുണ്ടെന്നുള്ളത്. ഈ 2 സഭകളുള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. ധി എന്ന് വെച്ചാൽ എന്താണ്? 2 എന്നല്ല അർത്ഥം വരുന്നത്. അപ്പോൾ 2 മണ്ഡല നിയമനിർമ്മാണ സഭകളിലെ ഏതൊക്കെയാണ്? ഉപരിസഭയും അതുപോലെ തന്നെ അധോസഭയുമായിട്ടുള്ള രാജ്യസഭയും ലോകസഭയും അടങ്ങുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിൽ ആരൊക്കെയുണ്ട്? രാഷ്ട്രപതിയുണ്ട്, പിന്നെ 2 സഭകളാണ് അല്ലേ, ലോകസഭയും രാജ്യസഭയും ഉണ്ട്. അതിനാൽ ഇന്ത്യ എന്നറിയപ്പെടുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്ന് പറയുന്നു. ഇനി നമുക്ക് രാജ്യസഭ നോക്കാം. രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളിലെയാണല്ലേ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭയെ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യസഭ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടായിരിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. പിന്നെ രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കൗൺസിലാണെന്ന് പറഞ്ഞു അല്ലേ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയെയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്ഥിരം സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. സ്ഥിരം സഭയാണ്. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ നമുക്കിങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്ത് പറയാനില്ല. നമുക്ക് ഈ ചാപ്റ്റർ ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ ഉണ്ടായിരിക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭയെ അറിയപ്പെടുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്, എന്നാൽ അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമല്ല അല്ലേ. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണോ ഈ ക്വസ്റ്റിനെ? നമ്മൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഉപരാഷ്ട്രപതി ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ലോകസഭ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഉപരിസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണെന്ന് പറഞ്ഞു അല്ലേ. ഉപരിസഭ എന്ന് പറയുന്നത് എന്താണ്? ലോകസഭയാണെന്ന് പറഞ്ഞു. ഉപരിസഭ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ലോകസഭയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാം അല്ലേ. അപ്പം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളാണുള്ളത്. അതിപ്പോൾ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. ജനപ്രതിനിധി സഭ എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളാണ് അല്ലേ അവിടുത്തെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളായ കാരണം ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നതും ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭയാണ്. ഇനി കാലാവധി എത്രയാണ്? 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് കാലാവധി. സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. അവിടെ നമ്മൾ ആരെ പറഞ്ഞു? രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു അല്ലേ.
അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്? രാജ്യസഭ എന്ന് പറയുന്നത് 238 അംഗങ്ങളാണ്. അതുപോലെ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഉപരാഷ്ട്രപതിയായിരുന്നു അവിടെ അധ്യക്ഷം വഹിച്ചിരുന്നത്. സഭ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം സഭയായിരുന്നു. ലോകസഭയിലോ 543 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത്. കാലാവധി 5 വർഷമാണ്. സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത്. എന്നാൽ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാജ്യസഭ ലോകസഭ എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും നിയമനിർമ്മാണ വിഭാഗത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അറിയായിരുന്നു, രാഷ്ട്രപതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ അംഗമല്ല. രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അവിഭാജ്യ ഘടകമാണെന്നാലും എന്താണ്, ആൾ അംഗമല്ല എന്നാണ് പറയുന്നത്. ആൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏതൊക്കെയാണ് അതിൽ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, അതുപോലെ തന്നെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, സമ്മേളനം വിളിക്കുക, സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ രാജ്യസഭയിലോ ലോകസഭയിലോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ കുറച്ച് അധികാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, സമ്മേളനം വിളിച്ചു ചേർക്കുക, സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയൊക്കെ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ക്ലിയർ ആയല്ലോ രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും. ഇനി പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ബില്ലുകൾ. ബില്ലിൻ്റെ 1-ാം വായനയും 2-ാം വായനയൊക്കെ സ്റ്റെപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന NCERT ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം. എന്താണ് പറയുന്നത്? പാർലമെൻറ്റിൻ്റെ ചുമതല നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നമ്മൾ പറഞ്ഞില്ലേ, നിയമനിർമ്മാണ വിഭാഗത്തിലാണ് ഈ പാർലമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രപതിയും വരുന്നത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്തായിരിക്കും? നിയമനിർമ്മാണം തന്നെയായിരിക്കും. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിന് 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, പാർലമെൻറ്റിന് 2 സഭകളുടെയും അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് ഒരു ബില്ല് നിയമമാകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സഭകളുടെയും അംഗീകാരം വേണം. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും അംഗീകാരം വേണം അല്ലേ. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിക്കും. അതിനുശേഷമാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ഇനി നിയമത്തിൻ്റെ കരട് രൂപം എന്താണ്? ബില്ലാണ്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. അതായത് നമ്മളൊരു സാധാരണ ബില്ലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ഒരു സാധാരണ ബില്ല് നമുക്കറിയാം, മണി ബില്ലൊക്കെ ഉണ്ട്, ധനകാര്യ ബില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകസഭയിൽ മാത്രമാണല്ലേ ആദ്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ബില്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകസഭയിലും അവതരിപ്പിക്കാം, രാജ്യസഭയിലും അവതരിപ്പിക്കാം. ഇനി ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ 1-ാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്നതിന് 2-ാം സഭയെന്നും വിളിക്കും. അപ്പോൾ ബില്ല് ആദ്യമായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോകസഭയായാലും രാജ്യസഭയായാലും, ഇപ്പോൾ രാജ്യസഭയിലാണ് ആദ്യം പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ രാജ്യസഭേനെ എന്ന് വിളിക്കും, 1-ാം സഭ എന്ന് വിളിക്കും. എന്നല്ല, നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ 2-ാം സഭ എന്ന് വിളിക്കും. അങ്ങനെ ഏത് സഭകളിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് 1-ാം സഭ 2-ാം സഭ എന്നൊക്കെ വിളിക്കുന്നത്. 2 സഭകളിലൂടെയും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ബില്ല് എന്ന് പറയുന്നത് 1-ാം സഭയിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 1-ാം വായന നടക്കും, 2-ാം വായന നടക്കും, 3-ാം വായന, അങ്ങനെ 3 വായനകൾ നടക്കും. അതിനുശേഷം അത് 2-ാം സഭയിലേക്ക് പോകും. 2-ാം സഭയിലേക്ക് പോയാൽ വീണ്ടും 1-ാം വായന നടക്കും, 2-ാം വായന നടക്കും, 3-ാം വായന നടക്കും. അതിനുശേഷമാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ പ്രസിഡൻറ്റിന് അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നിയമമാകുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഒന്നാമത്തെ സഭയുണ്ട്, 2 സഭയുണ്ട്. 2 സഭകളിൽ 1-ാമത്തെ സഭ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏത് സഭയിലാണോ ആദ്യം അവതരിപ്പിക്കുന്നതിന് 1-ാം സഭ എന്ന് വിളിക്കും. ലോകസഭ രാജ്യസഭ ഒന്നുമില്ല, അത് സാധാരണ ബില്ലാണെന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ 3 വായനകൾ, 2 സഭകളിൽ 3 വായനകൾക്ക് ശേഷമാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിന് പോകുന്നത്.
ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്നാം വായനയുണ്ട്, 3 വായനകളുണ്ടെന്ന്. ഒന്നാം വായനയിൽ എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. ഇനി രണ്ടാം വായന എന്ന് വെച്ചാൽ എന്താണ്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേക തരം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ രണ്ടാം വായനയിൽ ഓരോ വകുപ്പും ചർച്ച ചെയ്യും, എന്നിട്ട് അത് പാസ്സാക്കണോ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം വായനയിലാണല്ലേ. അല്ല, ഒരു നിയമം എന്ത് ചെയ്യണം, ആ ബില്ലെന്ന് പറയുന്നത് നമുക്ക് പാസ്സാക്കണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം വായനയിലാണ്. മൂന്നാം വായന എന്ന് വെച്ചാൽ ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കാം അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യണം. മൂന്നാം വായനയിൽ എന്താണ്? ഒന്നില്ലെങ്കിൽ ബില്ല് പാസ്സാക്കാം അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കില്ല. അങ്ങനെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് മൂന്നാം വായനയിലാണ്. അപ്പോൾ ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും ക്ലിയർ ആയല്ലോ. ഒന്നാം വായനയിൽ ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം വായനയിൽ അതിനെക്കുറിച്ചിട്ടല്ലേ ചർച്ചകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പാസ്സാക്കാം നിരാകരിക്കുകയോ ചെയ്യുന്ന അങ്ങനത്തെ ചർച്ചകളൊക്കെയാണ് രണ്ടാം വായനയിൽ നടക്കുന്നത്. മൂന്നാം വായനയിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അത് നിരാകരിക്കാം, ഒന്നുമില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം അല്ലേ. അതാണ് ചെയ്യുന്നത് മൂന്നാം വായനയിൽ. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ട് സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ടാം സഭയിൽ അയക്കും. എന്നിട്ട് ഈ 2 സഭകളിലും 3 ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു. അങ്ങനെ 2 സഭകളും അത് അംഗീകരിച്ചു കഴിഞ്ഞാലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറും. ബില്ല് നിയമമായി മാറുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ്. നമുക്ക് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേളകൾ ഉണ്ടാവരുത്. 6 മാസത്തിൽ കൂടുതൽ ഇടവേളകൾ ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണയാണ് സമ്മേളിക്കുന്നത്. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതലായിട്ട് ഇടവേള ഉണ്ടാവാനായിട്ട് പാടില്ല. എല്ലാ വർഷവും ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റ് 3 പ്രാവശ്യമാണ് സമ്മേളിക്കുന്നത്. രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 പ്രാവശ്യമൊക്കെ സമ്മേളിക്കാം. ഇനി വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നൊക്കെയാണ് സമ്മേളനങ്ങളെ അറിയപ്പെടുന്നത്. 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2 സഭയുണ്ടെന്ന് പറഞ്ഞു. ഈ 2 സഭകൾക്കിടയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം. ഇത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കറാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ വിളിച്ചു ചേർക്കുന്നത്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. തെറ്റാണ്, പഠിക്കാട്ടോ. ഇനി ചോദ്യോത്തരവേള എന്ന് വെച്ചാൽ എന്താണ്? പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളാണല്ലേ പറയുന്നത്. നമ്മൾ ഒന്നാം വായന 3 വായനകൾ പറഞ്ഞു. അതിനിടയിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ. ആദ്യം തന്നെ സമ്മേളനങ്ങളിൽ എങ്ങനെയാണ് 6 മാസത്തിനിടയിലൊന്നും ഗ്യാപ്പ് അതിനേക്കാളും കൂടുതൽ ഗ്യാപ്പ് വരാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ചോദ്യോത്തരവേള എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് സഭയെ സമ്മേളിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു ഭാഗമാണ്. എല്ലാ ദിവസവും 11 മണിക്ക് ആണ് സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഒരു സഭ സമ്മേളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ചോദ്യോത്തരവേള ഉണ്ടായിരിക്കും. അതിലെന്ത് ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. 11 മണിക്കാണ് സഭ തുടങ്ങുക. അതിൽ ഓരോ മന്ത്രിമാർക്കും ഓരോ വകുപ്പുകളുണ്ടല്ലോ കൈകാര്യം ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും ചോദിക്കാം എന്ന് പറയുന്നുണ്ട്.
ഇനി ശൂന്യവേള എന്ന് വെച്ചാൽ എന്താണ്? ശൂന്യവേള എന്ന് വെച്ചാൽ നാം പറഞ്ഞല്ലേ, ചോദ്യോത്തരവേള എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ സംഭവമാണ്. ശൂന്യവേള എന്ന് വെച്ചാൽ 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. അപ്പോൾ 11 മണിക്ക് സഭ തുടങ്ങി 12 മണിയാകുമ്പോൾ എന്ത് സംഭവിക്കും? ചോദ്യോത്തരവേള അവസാനിക്കും. നെക്സ്റ്റ് ആണ് ശൂന്യവേള. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയമാണ് ശൂന്യവേള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അതിനടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ചെറിയൊരു ഭാഗം, ഒരു ശൂന്യമായിട്ടുള്ളൊരു വേള എന്നറിയപ്പെടുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ശൂന്യവേള എന്ന് പറയാൻ കാരണം ഒരു 12 മണിയായ കാരണമാണ്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കാം. അപ്പോൾ അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ഒക്കെ വരുന്നത് ഈ ശൂന്യവേളയുടെ സമയത്താണ്. ശൂന്യവേള എന്ന് പറയുന്നത് 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ദൈർഘ്യം ഉണ്ടാകുന്നത്. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ദൈർഘ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്ര നേരം വരെ സാധാരണ ബില്ലിൻ്റെ കാര്യമാണല്ലേ പറഞ്ഞിരുന്നത്. സാധാരണ ബില്ലെന്ന് പറയുന്നത് നമുക്ക് ലോക്സഭയിലോ രാജ്യസഭയിലൊക്കെ നമുക്ക് ഏത് സഭയിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കാമെന്ന് പറഞ്ഞില്ലേ. പക്ഷേ ധനബില്ലെന്ന് പറയുന്നത്, മണി ബില്ലെന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബിൽ എന്ന് വെച്ചാൽ? എന്താണ്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് ധനബില്ല് എന്ന് പറയുന്നത്. ഒരു ധനബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്, ഒരു ധനബില്ല് എന്ന് പറയുന്നത് ലോകസഭയിൽ മാത്രമാണ് അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ. ആദ്യം അവതരിപ്പിക്കാനായിട്ട് പാടുള്ളത് ലോകസഭയിൽ മാത്രമാണ്. ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. അങ്ങനെ ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടില്ലേ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അവരെ ലഭിച്ച 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകസഭയിലേക്ക് തിരിച്ചയക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ലോകസഭയ്ക്കാണ് കൂടുതലായിട്ട് അധികാരം വരുന്നത് ധനകാര്യ ബില്ലിൽ. അങ്ങനെ ഒരു രാജ്യസഭ അവർ എന്തെങ്കിലും പാസ്സാക്കും ബില്ല്, അതായത് രാജ്യസഭയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലോകസഭ പാസ്സാക്കുന്നത്. രാജ്യസഭ എന്നിട്ട് എന്ത് ചെയ്യും? അത് പാസ്സാക്കാൻ അവരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി എടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് അതിനൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. രാജ്യസഭയ്ക്ക് അയക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണം മാത്രമാണോ പാർലമെൻറ്റ് ചുമതല എന്ന് പറയുന്നത്? നിയമനിർമ്മാണം കൂടാതെ മറ്റു പല ചുമതലകളും പാർലമെൻറ്റിനുണ്ട്. അപ്പോൾ നാം പറഞ്ഞില്ലേ, നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നതാണ് പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു ചുമതല നിയമങ്ങൾ നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെയും ചുമതലകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടനാ ഭേദഗതി എന്നിവയ്ക്ക് പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകളാണ്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. ഇനി തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് വെച്ചാലോ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പൊക്കെ എന്തിലാണ്? പാർലമെൻറ്റ് ചുമതലകളിലാണ് വരുന്നത്. അതുപോലെ ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നതിനെയാണല്ലേ ഭേദഗതി എന്ന് പറയുന്നത്. എന്തെങ്കിലും നിയമങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നതിനെയാണ് പാർലമെൻറ്റിൻ്റെ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ് അതിനൊക്കെ ഒരു ചുമതലയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതായത് എന്തെങ്കിലും ചോദ്യം ഉന്നയിക്കലോ പ്രമേയം പാസ്സാക്കലോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അംഗീകരിക്കലോ നിരസിക്കലൊക്കെ. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതിയൊക്കെ പാർലമെൻറ്റ് ചുമതലകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭകൾ പറഞ്ഞത്. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിൽ നിയമസഭാ മന്ദിരം നൽകിയിട്ടുണ്ടല്ലോ, കേരള നിയമസഭാ മന്ദിരം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ വരുന്ന വിഷയങ്ങളിലാണല്ലേ നിയമനിർമ്മാണം നടത്തുന്നത്. ഇവയിലൂടെയായിരിക്കാം. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിൽ
വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കുറച്ച് സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ടായിരിക്കുള്ളൂ? ഒരു സഭ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഇങ്ങനെ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെയാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സഭയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കും? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് ഒരു മണ്ഡല നിയമനിർമ്മാണ സഭയേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് ഇതേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് 2 സഭകളുള്ളത്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ബീഹാർ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ. ഇപ്പം നമുക്കതിൽ നിന്നും എടുത്തു കളഞ്ഞു, സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര. ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന. അധോസഭയെ നിയമസഭ എന്നും, അപ്പോൾ ഇവിടെ അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നാണ് വിളിക്കുന്നത്. അധോസഭയെ നമ്മൾ രാജ്യസഭേനെയാണെങ്കിൽ നമ്മൾ അധോസഭ എന്ന് വിളിച്ചത് ലോകസഭേനെയായിരുന്നു. അപ്പോൾ ഇവിടെ അധോസഭ എന്ന് പറയുന്നത് ഏതാണ്? നിയമസഭയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഉപരിസഭ എന്ന് വെച്ചാൽ എന്താണ്? നിയമസമിതിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ദ്വിമണ്ഡല സഭകളുള്ളത്. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് കാര്യനിർവഹണ വിഭാഗം. എന്താണെന്ന് നമുക്ക് നോക്കാം. കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ആണല്ലേ വരുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കൂടുതലും ആളുകളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കണം അവിടെ പറയുന്നത്. തൊഴിലെടുക്കുന്ന ആൾക്കാരല്ലേ, നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആൾക്കാരല്ലേ, കാര്യനിർവഹണ വിഭാഗത്തിൽ. അപ്പോൾ എന്താണ്, ഇപ്പം നമുക്ക് കുറച്ച് ഇതൊക്കെ നൽകിയിട്ടുണ്ടല്ലേ, കുറച്ച് വാർത്തകളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രവാസി വോട്ടിന് കേന്ദ്രാനുമതി, ഭക്ഷ്യസുരക്ഷാ ബിൽ എന്നൊക്കെ പറഞ്ഞ് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണം നിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കേണ്ട. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമാണ് ഇന്ത്യയിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിലെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണുള്ളത്? രാഷ്ട്രപതി, അതുപോലെ തന്നെ ആരാണ്? കേന്ദ്രമന്ത്രിമാർ അല്ലേ. രാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ അടങ്ങിയതാണ് ഈ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെ എന്തായിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നവർ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്? അവിടെ രാഷ്ട്രപതിയിലും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ അല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണുള്ളത്. അപ്പോൾ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണുള്ളത്. അത് കാരണം ഇവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നും പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവയാണ്. അത് കാരണം ഇവർ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ രാഷ്ട്രപതിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടെന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരൊക്കെ എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ്. അത് കാരണം ഒരു രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കണം. അതല്ല ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊക്കെ അറിയുന്നതാണ് PSC അല്ലെങ്കിൽ കേന്ദ്രം എക്സാമുകളൊക്കെ എഴുതിയിട്ടില്ലേ, SSC ഒക്കെ എഴുതിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ എന്താണ് യോഗ്യത അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥരെയാണ് എന്ന് വിളിക്കുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. വിരമിക്കുന്നവർ വരുന്നുണ്ടാവും, സർവീസിലുണ്ടായിരിക്കും അല്ലേ. വിരമിക്കുന്നവർ ഒരു സർവീസിൽ ഉണ്ടാവും, അവർക്ക് ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നതില്ല. അപ്പോൾ ഇതാണ് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോരുത്തരെയും നമുക്ക് കുറിച്ച് നോക്കാം. രാഷ്ട്രപതി അല്ലേ, രാഷ്ട്രപതിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഏതാണ്? രാഷ്ട്രപതിയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ്.
ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. ഇതാരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണെന്ന് കമൻറ്റ് ചെയ്യും. ആ ആളെ കുറിച്ചിട്ടും ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. ദളിത് വിഭാഗത്തിൽ നിന്നും വരുന്ന ആദ്യത്തെ സ്ത്രീ ആരാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. ആരാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലേ. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കാം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. ആർട്ടിക്കിൾ എത്രയിലാണ് വരുന്നത്? രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 35 എന്ത് പറയുന്നത്? ഈ രാഷ്ട്രപതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ്. 5 വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രൽ കോളേജാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് വരുന്നതെന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളെന്ന് പറയുന്ന ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ്? ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നാണ്. ബാക്കിയുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കാം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉണ്ടായിരിക്കാം. ഇനി രാഷ്ട്രപതിയുടെ യോഗ്യതകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭാ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. അപ്പോൾ രാഷ്ട്രപതിയുടെ യോഗ്യതകൾ ഏതൊക്കെയാണ്? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിൽ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഈ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറേ ചുമതലകളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. വേറൊരാളുടെ കൂടി സഹായം വേണം. ആളാരാണ്? മന്ത്രിസഭ, പ്രധാനമന്ത്രിയാണല്ലേ. അപ്പോൾ അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഈ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. പേരിനെന്താണ്? രാഷ്ട്രപതിയാണ് എല്ലാ അധികാരങ്ങളും വഹിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏതൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുക, പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പാക്കൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് എന്നിവരെയൊക്കെ നിയമിക്കുക, സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക, നാമനിർദ്ദേശം ചെയ്യുക, അതുപോലെ തന്നെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സഭകളിലെയും അംഗീകാരം കഴിഞ്ഞാൽ അവർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നേരെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് വിടും. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ദയാഹർജി തീർപ്പ് കൽപ്പാക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയുടെ ചുമതലകളാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ രാഷ്ട്രപതിയാണല്ലേ കാര്യനിർവഹണ വിഭാഗത്തിലെ ഒരാളെന്ന് പറയുന്നത്. അദ്ദേഹം പാർലമെൻറ്റിലെയും പാർലമെൻറ്റിൻ്റെ അംഗമല്ലെങ്കിലും അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തിലും നിയമനിർമ്മാണ വിഭാഗത്തിലും രാഷ്ട്രപതിനെ പറഞ്ഞു. ഇനി ഉപരാഷ്ട്രപതി നമ്മൾ എവിടെയാണ് പറഞ്ഞത്? രാജ്യസഭയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോക്കാം, ഉപരാഷ്ട്രപതി, ഇന്ത്യയിലെ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയുണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിരിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രപതിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ച കാരണമാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റിന് മാർക്ക് കിട്ടില്ല. അപ്പോൾ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഉപരാഷ്ട്രപതിയിലുണ്ടായിരിക്കും, എല്ലാ അംഗങ്ങളുണ്ടായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ
വർഷമാണ് രാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിൽ ഉണ്ടായിരിക്കുള്ളൂ. 5 വർഷം തന്നെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്, 5 വർഷക്കാലത്തേക്കാണ്. അപ്പോൾ 5 വർഷമാണ് കാലാവധി. ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്, എല്ലാ അംഗങ്ങളും അതിലുണ്ട്. ഇലക്ടറൽ കോളേജിൽ എല്ലാ അംഗങ്ങളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഉപരാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞ രാജ്യസഭയുടെ അധ്യക്ഷനെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക. രാഷ്ട്രപതി ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒരു പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉപരാഷ്ട്രപതിയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതും ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, രാജ്യസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇനി നമുക്ക് കേന്ദ്ര മന്ത്രിസഭ പഠിക്കാം. കേന്ദ്രമന്ത്രിസഭ നമ്മൾ പറഞ്ഞില്ലേ, രാഷ്ട്രപതി പറഞ്ഞു, ഉപരാഷ്ട്രപതി പറഞ്ഞു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കേന്ദ്രമന്ത്രിസഭയൊക്കെ എന്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു? കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്രമന്ത്രിസഭ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. അപ്പോൾ ശരിക്കും അതാണ് കാര്യങ്ങളും ചുമതലകളൊക്കെ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലേ. അപ്പോൾ ഒരു ഡയഗ്രാം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാർ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഇവിടെ നൽകിയിട്ടുണ്ട്, ഉപമന്ത്രിമാർ നൽകിയിട്ടുണ്ട്. സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, പിന്നെ സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരൊക്കെ അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാകും. ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് എല്ലാ മന്ത്രിമാർക്കും എന്തുണ്ടായിരിക്കാം? ഓരോ വകുപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയാണ് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഉണ്ടായിരിക്കുക. സഹമന്ത്രിമാരെന്ത് ചെയ്യും? ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കും. ഉപമന്ത്രിമാരെന്ത് ചെയ്യും? ഉപമന്ത്രിമാരെന്ത് ചെയ്യും? സഹമന്ത്രിമാരെ സഹായിക്കും. അങ്ങനെ മറ്റു മന്ത്രിമാരെ സഹായിക്കുക. അങ്ങനെ ഓരോ മന്ത്രിമാരെ സഹായിക്കേണ്ട ഓരോ സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും തൊട്ടുമുകളിലുള്ള മന്ത്രിമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കാം. ഇനി പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ ഏതൊക്കെയാണ്? ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ചുമതലകൾ ഏതൊക്കെയാണ്? ലോകസഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ ലോകസഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ്. രാജ്യസഭയുടെ സ്ഥിര അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുന്നതൊക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം പഠിക്കാം. ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ആരാണ്? രാഷ്ട്രപതിയായിരുന്നു അല്ലേ, ഇതിൻ്റെ കേന്ദ്രത്തിൻ്റെ പറഞ്ഞത്. ഇനി സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി ആയിരുന്നു അല്ലേ കൂടുതലും കാര്യങ്ങൾ ചെയ്തിരുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയാണല്ലേ തലവൻ എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗമായ നീതിന്യായ വിഭാഗം പഠിക്കാം. നീതിന്യായ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? ജുഡീഷ്യറിയാണ്. അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു മേഖലയാണല്ലേ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ് തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ വിവിധ വിഷയങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ രാജ്യത്ത് വ്യക്തികൾ തമ്മിൽ, ഗവൺമെൻറ് തമ്മിൽ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന
പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഏതാണ്? നീതിന്യായ വിഭാഗമാണ്. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? സുപ്രീം കോടതിയിലെ സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവനും അധികാര പരിധി സുപ്രീം കോടതിക്കുണ്ട്. രാജ്യത്തെ പരമോന്നത കോടതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി ഏതാണ്? സംസ്ഥാനത്തിലെ കോടതി ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി എന്ന് പറയുന്നത് ഒക്കെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഹൈക്കോടതി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ജില്ലാ കോടതി ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതിയൊക്കെ താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ഉണ്ട്. സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവനും അധികാര പരിധിയുണ്ട്. ഹൈക്കോടതി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളാണ് പരിശോധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം അപ്പോൾ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കാം? ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജഡ്ജിമാരും ഉണ്ടായിരിക്കും. നിലവിൽ എത്ര പേരുണ്ട്? നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. അതായത് 31 പേരുണ്ട്. അതിൽ ഒരാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ബാക്കിയുള്ളവരൊക്കെ ആരാണ്? 30 ജഡ്ജിമാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജഡ്ജിമാരെ നിയമിക്കുന്നതും ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതും ഒക്കെ നിയമിക്കുന്ന ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അതുപോലെ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇനി ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? H.J. കനിയ. H.J. കനിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. H.J. കനിയാണ്. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഇതൊക്കെ പഠിച്ചു വയ്ക്കാട്ടോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസ്, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകളൊക്കെയാണ് ചുമതലകളിൽ വരുന്നത്. അതായത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്? മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ്, പിന്നെ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങളും ആരെടുക്കുന്നുണ്ട്? സുപ്രീം കോടതി എല്ലാത്തിനും എടുക്കണല്ലേ. സംസ്ഥാനത്തിന് എടുക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കം എടുക്കേണ്ട, മൗലികാവകാശങ്ങളുമായിട്ട് ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നും അപ്പീൽ ലഭിക്കുന്ന കേസുകളൊക്കെ സുപ്രീം കോടതി എടുക്കുന്നവയാണ്. ഇനി ഹൈക്കോടതി എന്ന് വെച്ചാൽ എന്താണ്? ഹൈക്കോടതി എന്ന് പറയുന്നത് നാം പറഞ്ഞാൽ സംസ്ഥാനത്തിനെയാണ്. കേരള ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഇവിടെ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കാം. നമ്മൾ പറഞ്ഞില്ലേ, രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കേണ്ട. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ബാക്കി 2 കോടതികൾ ഏതൊക്കെയാണ്? ജില്ലാ കോടതിയും കീഴ്ക്കോടതിയുണ്ട്. അതിനൊക്കെ മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ഇനി ഹൈക്കോടതി അധികാരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. നമ്മൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെയുള്ള അതായത് ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിവിലും ക്രിമിനൽ കേസായിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ അപ്പീൽ പരിഗണിക്കുന്നതാണ് ഹൈക്കോടതി ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ, അതുപോലെ തന്നെ അപ്പീൽ പരിഗണിക്കൽ, മൗലികാവകാശങ്ങളായ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. ഓക്കെ, ഇനി എന്താണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്? ലോക് അദാലത്ത് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണിത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ
സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കും. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയ്ക്കാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത്. ഇനി കീഴ്ക്കോടതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവയൊക്കെ കീഴ്ക്കോടതികളാണ്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കാണ്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും. ഗവൺമെൻറ് 3 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 3 ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഭരണഘടനാനുസൃതമായും പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ ഗവൺമെൻറ് പ്രവർത്തനം ഫലപ്രദമാവുകയുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു, കാര്യനിർവഹണ വിഭാഗം നടപ്പാക്കുന്നു, നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭ പാർലമെൻറ്റാണ്. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവയൊക്കെയാണ് ഈ പാർലമെൻറ്റിൽ വരുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുകയാണ് പാർലമെൻറ്റ് പ്രധാന ചുമതല. നിയമനിർമ്മാണത്തോടൊപ്പം മറ്റു ചില ചുമതലകളും പാർലമെൻറ്റ് നിർവഹിക്കുന്നുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭയും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നുണ്ട് കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗവും സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗമുണ്ട്. കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ ഗവർണർ, നിയമസഭ, നിയമസമിതിയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്. കേന്ദ്രത്തിലാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ ഉദ്യോഗസ്ഥർ. ഇനി നീതിന്യായ വിഭാഗത്തിൽ ഹൈക്കോടതി, സുപ്രീം കോടതി, കീഴ്ക്കോടതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.